ചീറ്റ മാറ്റിക്കണക്കാ ഈ പച്ചികൾ നാളെയല്ല മറ്റൊന്നും തോത്തുക്ക് വരും 80,000 രൂപ നിങ്ങളെ കൊണ്ട് എണ്ണി എടുപ്പിച്ചു ഞാൻ എന്ത് വേറെ വർത്തമാനം പറയേണ്ടത് ഒരു മര്യാദക്കൊക്കെ ചോദിച്ചു ആരാനും മോല് കിട്ടൂല വരുമ്പോൾ ഈ കാലത്ത് ഡബ്ബർ വാങ്ങി 400 ഉറുപ്പ് എടുക്കേണ്ടി വരും 1 കിലോത്തിന് അതിന് ടോക്ക് എടുക്കും വേണ്ടി വരും ഇറച്ചിപ്പേരയ്ക്ക് പോകണമെങ്കിൽ ടോക്ക് എടുക്കേണ്ടി വരും ആ അവിടേക്കത് പോണ പോക്ക് മക്കളെ ആ കോയിന്നോളി എന്നാ അവര് നടക്കുമ്പോ അങ്ങനെയൊക്കെ ഇറങ്ങണ്ടൊക്കെ കോയിന്നൊക്കെ നടക്കുമ്പോ കോയിന്ന് നടക്കുന്ന പോലെ അങ്ങനെ നടക്കുള്ളൂ വീപ്പ് തിന്നു ഇരുമ്പ് ഘട്ടത്തിന്റെ മാതിരിയൊക്കെ ശരീരം അത് കഴിച്ചിട്ട് കാര്യമില്ല നിങ്ങളെ കൂടെ വണ്ടി കയറില്ലക്ക അത് കറക്കുമ്പോ ചവിട്ടും വേണ്ട ഞാൻ അങ്ങനത്തെ ഒരു ചതൽ ഒരാൾക്ക് കൊടുത്തിട്ട് 8 ഏക്കർ എസ്റ്റേറ്റ് അയാളെ കജ്ജിലുണ്ട് ആ പഞ്ച് എവിടേക്ക് ഇയാൾ തെറ്റ് പോണ് ഇപ്പൊ ഇവിടെ നിങ്ങളൊക്കെ നെട്ടി പോകും എടുക്ക് സാസുക്ക് ഈ കുട്ടീൻ്റെ പ്രായം 13 വയസ്സിൽ പൈസ കോന്നലൊക്കെ കെട്ടിക്കാണ് മാണയകുളത്ത് പോണ ചരിത്രമൊക്കെ പറഞ്ഞതിൻ്റെ വടക്ക് അതിന് നിങ്ങൾക്ക് ലേസം പൂടിച്ചു ഇവനായിട്ടില്ല ഇവന് 10 വയസ്സ് 10 വയസ്സ് അല്ലേ കഴിഞ്ഞോ അന്നൊക്കെ അജ്ജുണ്ടാ ഞാനാ പറഞ്ഞ ഇപ്പൊ ആരാ മേലെ എന്താ മേലെ എന്താ എന്തിനാ ഇയാളെയൊക്കെ ഈ സ്ഥലം മെനക്കെടുത്താൻ തമാസാറല്ലേ ഈ സ്ഥലം മെനക്കെടുത്താൻ എന്താ കാക്കാൻ വീട്ടിക്ക് വേണ്ടേ ചായ വെള്ളം തീരുമാനം കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ പരിചയപ്പെട്ടില്ല എന്തേ സംസാരിച്ചു അപ്പൊ എന്ത് പറഞ്ഞു വെള്ളം കുടിച്ചിട്ടല്ല അവനെ പെരി പോയിട്ട് 6 പിന്നെ 37 എത്ര 39 അതാണ് എനിക്ക് ഓർമ്മ അല്ല ചോർമ്മയുണ്ട് ശരിക്കും ഓർമ്മയുണ്ട് അല്ല എനിക്ക് ഈ കൊല്ലത്ത് ശരിക്കും ഓർമ്മ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ഇപ്പൊ പീഞ്ഞ് ഒഴിവാക്കിയതാ പാല് കട്ടയിട്ടു പീഞ്ഞ് ഒഴിവാക്കിയതാ പാലേ ഫുള്ള് കട്ട് ചെയ്യും ഇപ്പൊ കൊണ്ടുപോയി കേക്ക് പീഞ്ഞ് ഒഴിവാക്കിയതാണ് നല്ല പജടാ കൊടുക്കണീനനുസരിച്ച് കറക്കും പറ്റും ഇപ്പം അവിടെ കൊണ്ടുപോയിക്കാണ്ട് പീഞ്ഞ് ഒഴിവാക്കിയതാ വെറും കട്ട് ചെയ്തു തന്നെ ഇങ്ങനെ പോന്നിട്ട് അത് അതിനാർക്കും ഇപ്പോൾ കാണിച്ചു ഈ പജ്ജൊരു 12 ലിറ്റർ പോലിട്ടു അത്രക്ക് മടി ചൂടായിട്ടേ അത്രക്ക് പോലിട്ട പജ്ജ് ഉണക്കലാണ് നരിപ്പുള്ളിയാണ് ഈ പുള്ളിക്കൊരു പ്രധാനമുണ്ട് എത്രക്ക് പിന്നെ 22 നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഇങ്ങനെ എടുത്ത് ചവിട്ടി തത്തി ചോദിച്ചാൽ നിൽക്കണ്ട എന്നാ പോരാ നിങ്ങൾക്ക് ഇതിന്റെ അറിയുന്നവനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അറിയാത്തവനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ നിൽക്കേ മാനുവൽ ചന്തക്കോയ കിസ്സൊക്കെ പറഞ്ഞു തരാണ്ട് അവിടെ നിൽക്കേ എന്നാ ഇതൊരു കെട്ട് വൈക്കോലിട്ടുണ്ട് ഒരു കമ്പനിക്കാരൻ കൂട്ടിയാൽ ഇങ്ങനെ ഒരു കോൾഗേറ്റ് ഇറക്കാൻ പറ്റൂല അതിന് നിക്കച്ചേ നിങ്ങളെ വണ്ടി കയറൂല നിങ്ങൾ അതിൻ്റെ രാവിലെ ഒന്ന് കാണ്ടിരുന്നു അതിൻ്റെ പാല് കട്ടായിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് 1 മണിക്കൂർ നേരം ഇപ്പം പീഞ്ഞ് ഒഴിവാക്കലോടത്തിന് 1 മണിക്കൂർ നേരം നിങ്ങൾ നാളെ വരി മറ്റന്നാ കുഞ്ഞിക്കോൻ്റെ തൊത്തിൽ വരി 85,000 രൂപ നിങ്ങളെ കൊണ്ട് എണ്ണി പഠിപ്പിച്ചു 85,000 നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത് ഒരു സ്വാഗതം ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നോക്കൊണ്ടു കേട്ടോ 2 ദിവസം കഴിഞ്ഞിട്ട് അത് നോക്കൊണ്ടു അല്ലെങ്കിൽ വാ ഇച്ച തോത്തുക്കുക അല്ല നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത് പറയുന്നത് ഞങ്ങളിതൊരു പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വരുന്നതല്ലേ ആ പജ്ജിന്റെ ബളം അരച്ച് കളയാൻ വേണ്ടിട്ട് 250 ഉറുപ്പ കൊടുത്തിട്ട് അപ്പൊ അരച്ച് കളഞ്ഞു 250 ഉറുപ്പ കുട്ടികൾ കൊടുത്തു 1.5 മണിക്കൂറായി മെനക്കെല്ലാം കൊടുത്തിട്ട് ആ ബളം കളയാൻ വേണ്ടിട്ട്
ഇനി അത് നിങ്ങൾക്ക് ശരിയാവില്ല. നിങ്ങളെ പോകാത്ത 500 രൂപ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിന്നെ വെളുമ്പാട്ടിപ്പാലിൽ ചൂണ്ടിലിട്ട് കൊടുക്കുക. പഴയ കാലത്തെ ചൂണ്ടിലിടാൻ പോയി നമ്പർ ഒന്ന് വാങ്ങാൻ ഞാൻ ഓളം മുട്ടുകൾ കെച്ചിപ്പട വേറെ ഏർപ്പാണ്ട് ഞാൻ എന്താ ഇജിർത്തിന്ന് ഇപ്പൊ കൂടി ആ കൊടുത്തു 23 ഉറുപ്പ്യക്ക് 665 കിലോമീറ്റർ വണ്ടിയിൽ നിന്ന് വരുന്നതാ. 2200 ഉറുപ്പ്യത്തിന് വാടക കൊടുക്കണം. അവിടെ വീർപ്പിച്ച് കയറ്റുമ്പോൾ എത്ര ഉണ്ടാവും? അയാൾ 3 റമദാൻ മാസം ഈ റമദാൻ കഴിഞ്ഞല്ലോ. എന്നാൽ 6 നോൽമാണ് ഇന്നത്തോട് കൂടെ നോൽമ്പ് വെച്ചു. 3ാമത്തെ കൊല്ലാണ് അയാൾ ഒരു ചേടക്കടക്കൽ നടത്തിയിട്ട് അത് ബസ്സിന് വാങ്ങി വെച്ചൊക്കെ ആയി. അല്ല ചേട പറഞ്ഞാൽ തിന്നാൻ കൊടുക്കണ അയാളേ പെരീന്നിട്ട് വരും രാവിലെ. ഒരു പൗതി വിലക്കൊക്കെ നാട്ടുകാരെ മോല് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ പഞ്ചായത്ത് ലൈസൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എത്രക്കും പോയി ചോദിച്ചോളൂ. പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ മോലിട്ടില്ല അതുള്ളൂ. നിങ്ങൾ എത്രക്കും ചോദിച്ചോളൂ. നമുക്ക് എന്താ 3 നിങ്ങൾ ചോറച്ച കജ്ജി കോയിനായിട്ട് മാറാ. ഏയ് ഇതിലെ പോവും അതിലെ പോവും അങ്ങനെ വരും ഇങ്ങനെ വരും. വന്ന് നിങ്ങൾ ഈ പതിയിലേ നിൽക്കുള്ളൂ. ഇവിടെ 6ന് 100നും ബുക്കും 100ന് 6നും ബുക്കും. ഒരു പേടിയില്ല. ചേത്തിന് ഒക്കെ 5 ധൈര്യമുള്ള ഒരാളിന്ന് ദുനിയാവിന് പോലുണ്ടാവില്ല. ഇതിനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ കുത്തിവെച്ച 7 മാസം ജനുവരി വരെ കറക്കാം. പേരും മതിയാ. ഇന്ന് കുത്തിയേക്കണ്ട, നാളെ കുത്തിച്ചാൽ മതി. കറക്കിന ബൈക്കളെ കച്ചവടം പടയാണ്. ഇങ്ങോട്ട് വരെ. അല്ല മറന്നു പോവേ ആൾക്കാരെ. മൂവാ നല്ല പൈക്കളുടെ പറഞ്ഞോ. എന്നാ മതി. ബൈക്കളെ കച്ചവടത്തിന് ലൈസൻസ് കോയക്കാക്കുനുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തോളാം. ഒന്നുകൂടി പറഞ്ഞോണ്ട് കേട്ടോ. ഇതേ ചെറുപ്പം മുതൽ ഇതിന് ലൈസൻസ് എടുത്തുകൊണ്ട് നടക്കുന്ന ആൾ ഇയാളാണ്. പക്ഷെ നിങ്ങൾ ഇതിൽ പൈക്കളായിട്ട് അയാളെ മുന്നിൽ കൂടി പോകരുത്. കണ്ണുക്ക് മുളകും പൊടി എറിയുന്ന അയാളെന്ന് പറഞ്ഞോളൂ. ഒന്നുകൂടി പറഞ്ഞോണ്ട് കേട്ടോ. മക്കളെ ഇതൊന്നല്ല പൈക്കൾ കേട്ടോ. പൈക്കൾ എത്ര ഹൈ ലെവൽ പോകണോ തൂത്തലുണ്ട്. ഇതിങ്ങനെ കജ്ജുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കജ്ജൂല. നമ്മളെ മരണ പിറ്റേന്ന് എന്നാലും കജ്ജൂലെന്ന് വെച്ച് തോന്നുന്നത്. അതിപ്പോൾ ഇറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് മരണ പിറ്റേന്ന് കാട്ടുകയെന്ന് അറിയില്ല. ഇതിപ്പോൾ ഉള്ളത് ഓരിച്ചിക്കാണ്ട് ഒക്കെ 4 പേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമെന്ന് അറിയില്ല. ഒരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കി ശരിയറിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കൂല. എന്തിനാ ഞമ്മക്ക് നമ്മളെ വാപ്പായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മോലുണ്ട്. ഞാൻ ഒരു ഉറപ്പ് വാങ്ങിയിട്ടില്ല. ഇമ്മാനെ മോലുണ്ട് അതും വാങ്ങിയിട്ടില്ല.